അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്നത് എലിമിനേഷൻ എപ്പിസോഡാണെന്നുള്ളത്. നമ്മളുടെ ഈ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ജേർണി തുടങ്ങിയിട്ട് ഇതിപ്പോൾ 3rd ഷെഡ്യൂളാണ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് എലിമിനേഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ഷാനിക്ക, ഹായ്. ശരത് സർ, നമസ്തേ. നമസ്തേ. ചേച്ചി, ഹായ് പാറു. ഹായ് ചേച്ചി. യെസ്, അപ്പോൾ ഇന്ന് കോമ്പറ്റീഷൻ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിലെ എലിമിനേഷൻ എപ്പിസോഡാണ് ഇന്ന്. ആൻഡ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഫസ്റ്റ് എലിമിനേഷൻ. ശരത് സർ, ഇവർക്ക് ആദ്യമായിട്ടാണ് കുറെ പേര് എലിമിനേഷൻ, അല്ലെ ഓൾമോസ്റ്റ് എല്ലാരും ആദ്യമായിട്ടാണ് എലിമിനേഷൻ പ്രോസസ്സിലൂടെ പോകുന്നത്. ആദ്യം വന്നപ്പോ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇരിക്കുന്നത് എത്രയോ വ്യത്യാസം. ഒരിക്കലും ഒരു നമുക്കത് വിചാരിക്കാൻ പറ്റാത്ത അത്ര അവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. 24 പേര് സെലക്ട് ആയി വന്നിരിക്കുകയാണ്. അപ്പൊ ഗംഭീരാക്കുക. ഓൾ ദി ബെസ്റ്റ്. യെസ്, അപ്പോൾ ഈ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. നമുക്കത് ചെയ്താൽ മാത്രമാണ് ആ സൂപ്പർ സ്റ്റാറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ആര് പോയാലും നമുക്കത് സങ്കടം തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ എലിമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു എന്താ പറയാ, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടി, അത് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്തു, അത്രയും കരുതിയാൽ മതി. ഒരു എലിമിനേഷൻ നടക്കുമ്പോൾ ഇതൊരു ഫോർമാലിറ്റി. യെസ്, അത്രേ ഉള്ളൂ. പാർട്ട് ഓഫ് ദ ഗെയിം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാരെയും വിളിക്കാം അല്ലേ? അപ്പൊ 24 contestants, please come to the stage. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ 24 contestants എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു വലിയ കയ്യടി നമുക്ക് കൊടുക്കാം. ഒരുപാട് പേരിൽ നിന്ന് സെലക്ഷൻ കിട്ടി. ഈ വേദിയിൽ 3 ഷെഡ്യൂൾ നിങ്ങൾ പെർഫോം ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ നിങ്ങളെ ലോകം ഓൾമോസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യം തന്നെ ഒരു വലിയ കൈയടി എല്ലാവർക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു അപ്പൊ പാറു, നമ്മള് എന്താ പറയണ്ടേ, ടോപ്പ് 5 ഉണ്ട് നമുക്ക്. ഓക്കെ, അതുപോലെ ലീസ്റ്റ് 5 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടോപ്പ് 5 ഫസ്റ്റ് അത് ഇങ്ങോട്ട് പുറേന്ന് പോവാം. ഓക്കെ, അപ്പോ 5th പൊസിഷൻ വിളിക്കട്ടെ. യെസ്, സ്നേഹ. മോളുടെ വോയിസ് ആണ് മോൾക്ക് ഹൈലൈറ്റ്. എന്റെ ഹൃദയം കീഴടക്കി. സ്നേഹയാണ് ടോപ്പ് 5-ല് 5th പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. സ്നേഹ പറയൂ, 5th പൊസിഷനാണ് എത്തിയിരിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ. അല്ല, സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാര്യം എനിക്കറിയാം, സ്നേഹ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലെടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം ഈ പാടിയപ്പോൾ വന്നിട്ടുമുണ്ട്, കിട്ടിയിട്ടുണ്ട്. കുറേ സന്തോഷം സ്നേഹ. താങ്ക് യു സർ. കുറേ സന്തോഷം. ഓക്കെ, ഇനി 4th പൊസിഷൻ. അപ്പം നമ്മളിപ്പം ടോപ്പ് 5-ലുള്ള 5th പൊസിഷനിലുള്ള ആളെ നമ്മളിപ്പോൾ വിളിച്ചു. ഫോർത്ത് പൊസിഷനിൽ ഉള്ളത് സഞ്ജയ്. जरा सा झूम लूं मैं, अरे ना रे ना रे ना, जरा सा घूम लूं मैं, अरे ना रे ना रे ना. माने मधुर करिंबे, മലർത്തേനെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടെ. സഞ്ജയ് കഴിഞ്ഞ തവണ ടോപ്പ് മാർക്ക് നേടിയ ആളാണ്. ഇപ്പോ ടോപ്പ് 5-ല് 4th പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്താണ് പറ? ഇപ്പം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ വേദി എത്താൻ സാധിച്ചതിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ പുറത്തെ റീൽസും അതുപോലെ തന്നെ ഷോ കാണുന്ന സമയത്ത് ആഗ്രഹിക്കാറുണ്ട് ഈ വേദിയിൽ വരണമെന്നും. ഇത്രയും ലെജൻസിനെ പോലെ പാടുന്നവരോട് ആഗ്രഹിക്കാറുണ്ട്. അപ്പം എന്തായാലും
അതൊക്കെ സാധിച്ചു. അതുപോലെ പാട്ടുകൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവില്ലല്ലേ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പം ഈ ഒരു പൊസിഷനിൽ എത്താൻ സാധിച്ചാലും ദൈവത്തോടും എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. ഒരാളുടെ വീക്ക്നെസ്സിനെ അയാളുടെ സ്ട്രെങ്ത് ആക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സഞ്ജയ്. താങ്ക് യു സാർ. താങ്ക് യു. അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് കേട്ടോ. ഓക്കെ, ഇനി തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷനിലേക്ക് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് യുണീക്ക് വോയിസിനുടമയായ കാർത്തികയാണ്. പൊന്നല്ലേ മിന്ന മിന്നി പെണ്ണല്ലേ ആരോടും മിണ്ട ചുണ്ടിൽ തൊട്ടാവാടി പൂവല്ലേ. കാർത്തിക തേർഡ് പൊസിഷനാണ് എത്തിയിരിക്കുന്നത്. വാട്ട് ഡു യു ഫീൽ നൗ? ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് സെക്കൻഡ് ഷെഡ്യൂളൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഒന്ന് ഇമ്പ്രൂവ് ആവണമെന്നുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഈ ഷെഡ്യൂളിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര താങ്ക്സ് പറയാണ്. ഇപ്രാവശ്യത്തെ പെർഫോമൻസ് കാർത്തിക ശരിക്കും പൊളിച്ചടുക്കിയിരുന്നു. അപ്പോൾ മുന്നേ വന്ന കാർത്തികയിൽ നിന്നും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഈ കാർത്തിക വേറെ തന്നെ ഒരാളാണ്. അപ്പം മോൾക്ക് ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെയൊക്കെ ഇതുപോലത്തെ ചേഞ്ചസ് കാണുമ്പോൾ, നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് പാടുമ്പോൾ നമ്മൾക്കും അതിൽ സന്തോഷം, പ്രൗഡ് മൊമെന്റ്സ് ആണ്. കാരണം ഞങ്ങളല്ലേ നിങ്ങളെ ഇവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളുടെ തീരുമാനം തെറ്റിയില്ല എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി ആരാണ് ആ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്? ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരാള് എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് കണ്ടസ്റ്റൻസ് ആണ്. ഈ നമ്മൾ കാർത്തികയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വേഴ്സറ്റാലിറ്റി കാണിച്ച ഒരാളാണ്. ഇച്ചിരി കിളി പോയ ആളാണ്, പക്ഷെ എന്നാലും പക്ഷെ പാട്ടില് ആ പെണ്ണൊരു രക്ഷയില്ല. ആരായിരിക്കും? Come on everybody! Come on everybody! ആറ്റിറ്റ്യൂഡ് സൂപ്പർ, അസാധ്യ ടോൺ. സിനിമയിൽ പാടും അർച്ചന, ഉറപ്പായിട്ടും പാടും. നന്നായി പാടിയിട്ടാണ് കുട്ടി. സന്തോഷം. അപ്പൊ ആ ചെയ്ത ആള് തന്നെ നല്ലതാന്ന് പറഞ്ഞ പിന്നെ നമ്മളൊന്നൊന്ന് പറയാനോ. വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അർച്ചന സെക്കൻഡ് പൊസിഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇല്ല, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല സർ. എനിക്കറിയില്ല. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയോ? അങ്ങനെയാണെങ്കിൽ മോള് തിരിച്ചു പൊക്കോ. ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു മൊമെൻ്റൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. വോക്കൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വേദിയിൽ വരുന്ന സമയത്ത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. രൂപേഷ് സാർ, രജി മാം, താങ്ക് യു സർ. താങ്ക് യു മാം. ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് അവരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ശരത് സർ, മഞ്ജരി മാം, ഷാൻ സർ. പാട്ട് പാടിക്കഴിഞ്ഞ ഉടനെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് മൈൻഡിലുണ്ടാവുക. സത്യം പറഞ്ഞാൽ അതെന്നെ വലിയ ഒരു സന്തോഷമാണ്. ഓക്കെ, ഷാനിക്ക. അർച്ചന അടിപൊളിയാണ്. അർച്ചന താങ്ക് യു സർ. പ്രത്യേകിച്ച് ലാസ്റ്റ് രാഹുൽ ഭായിയുടെ പാടിയ പാട്ട്. ഓക്കെ, അതിനു മുന്നേയും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇവിടുന്ന് കുറെ കിൽപ്പിത്തിരി പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പാട്ടിന്റെ കാര്യം വരുമ്പോഴും അർച്ചന പക്കയാണ്. അപ്പോൾ അർച്ചന പോർട്രേ ചെയ്യുന്ന എഗൈൻ നമ്മൾ ഈ കാർത്തിക കൊണ്ട് പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, കാർത്തികയും അർച്ചനയും തമ്മിലുള്ള മാർക്സിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ.
ഡെസിമൽസ് ആണ് വ്യത്യാസം. ഓ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശാരദ. യെസ്, അപ്പൊ നമ്മുടെ ഈ തേർഡ് ഷെഡ്യൂളിലെ ടോപ്പ് 1 ആ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ഓ ഇപ്പൊ എങ്ങനെ പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇല്ല, ഒരു എന്താ പറയണ്ടോ, ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ല. ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ല. ഒരാളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്, അല്ലേ? അതെ. ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്ത ഒരു മനുഷ്യ ഒരു ജീവി, മനുഷ്യൻ, ഒരു നന്മ മരം, ഒരു മനുഷ്യ ജീവി. വിളിക്കട്ടെ? യെസ്. യെസ്. कितने सारे गीत सुरीले जब ये मौसम गाता है, गम की गलियां छोड़ के ये दिल सपनों के घर. നല്ല ഇംപ്രൂവ്മെന്റ്, നല്ല ആളാകെ ഗെറ്റപ്പേ മാറി, നല്ല സ്റ്റൈലായിട്ടുണ്ട്. नया गीत कोई फिजा गा रही है. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ. കൺഗ്രാറ്റ്സ് യശ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ തവണ പ്രാങ്ക് ചെയ്ത ആളാണ്. പറ്റിക്കാനായിട്ട് ഞാൻ ഇവിടെ ആയിരുന്നു നിന്ന് കഴിഞ്ഞ ഇവിടെ നിന്ന് സങ്കടം വന്ന് കരഞ്ഞ് അല്ലേ, എന്നിട്ട് എന്നിട്ടിതാ പോയി top ഹാർഡ് 1. വർക്ക് ചെയ്ത്. വണ്ടർഫുൾ വണ്ടർഫുൾ. ടോപ്പ് 1, നമ്പർ 1. യെസ്, പറ. യെസ്, യു ഷുഡ് ടോക്ക്. ഞാൻ ശരിക്കും ഇന്ന് ഞാൻ എൻ്റെ ജേർണി ഓർമ്മിക്കുവാണ്. ഞാൻ ഇവിടെ വരെ വന്ന് ആ ഡിസിഷൻ എടുത്തത്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഒരു കോളിംഗ് വന്നു, ഒരു ഡിവൈൻ കോളിംഗ് വന്നു ഈ ഒരു റിയാലിറ്റി ഷോന് വേണ്ടി പങ്കെടുക്കാൻ. സർട്ടൻ ഓഡ്സ് ഹാവ് വർക്ക്ഡ് ഔട്ട്, ഐ തിങ്ക് സോ. കാരണം എനിക്ക് എഴുതാൻ അറിയാത്തതും വായിക്കാൻ അറിയാത്ത ഒരു ലാംഗ്വേജിലാണ് ഞാൻ എല്ലാവരുടെ കൂടെ മത്സരിക്കുന്നത്. അപ്പം ഞാൻ അതാലോചിച്ചും ഞാൻ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്ത കാട്ടും കുറേ പുതിയ ലേർണിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നു. അപ്പം സോ ഹാപ്പി ടു ബി ഹിയർ. യശ്, യശിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, അത്രേ ഉള്ളൂ ചുരുക്കത്തിൽ പറയാൻ. അത്ര ഇഷ്ടമാണ്. കാര്യം യശ് പാടുന്നതാണെങ്കിലും യഷിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് വല്ലാത്തതാണ്. അതെപ്പോഴാണെങ്കിലും അതൊരു ദൈവാധീനം വേണം യശ്. കാര്യം അങ്ങനെ എല്ലാവരാലും ഇഷ്ടപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ആർക്കും അങ്ങനെയല്ല. ആരെങ്കിലും ഒക്കെ എതിരഭിപ്രായമുള്ളവർ കാണും. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നടങ്കം ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് യശ്. താങ്ക് യു സർ. അത് യശ് ഞങ്ങൾക്ക് പൈസ കൊണ്ട് തന്നിട്ടോ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ടോ ഒന്നും അല്ല. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും തോന്നിയ കാര്യമാണ്. പലപ്പോഴും അത് ഞാൻ ഷാൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. അത് സ്നേഹം കൊണ്ട് നമ്മൾ ഇതൊക്കെ ഇച്ചിരി കൂടുതൽ പറയുന്നേ ഉള്ളൂ. പക്ഷെ യഷിൻ്റെ വളർച്ച ഈ നീളമല്ല സംഗീതത്തിൽ. അത് ഇനി വേണ്ട കേട്ടോ, നിർത്തിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കട്ടെ. പിന്നല്ല, ഇപ്പൊ തന്നെ വയറാ എൻ്റെ മുഖത്ത്. യശേ, ഈ പറയുന്ന ദാസേട്ടനും ഈ എല്ലാ ലെജൻസ് നമ്മൾ ഇപ്പൊ പാടിയിട്ട് ഈ രോമാഞ്ച വരുന്ന പാട്ടുകാരെല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് അന്ന് ഈ റിയാലിറ്റി ഷോ ഒരു പാട്ട് പാടി വൈറലാകുക അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കഷ്ടപ്പെട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കാർ പോർച്ചിലൊക്കെ ഉറങ്ങിയിട്ടുള്ള മനുഷ്യനാണ് ദാസേട്ടൻ. ദാസേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോനെ എടാ ഇവിടെ തുരുമ്പ് ചെവയില്ലാത്ത വെള്ളം ഏത് പൈപ്പിൻ്റെ മൂട്ടി കിട്ടുമെന്ന് ദാസേട്ടൻ അറിയാവിടാ. ആലോചിച്ചു, തോർത്ത് നനച്ച് കിട്ടിയിട്ട് പോയിട്ടുണ്ട് പാടാൻ. കാര്യം കൈ പൈസ ഇല്ലാത്തതും കൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ കഷ്ടപ്പാടും ദുരിതത്തിൻ്റെ ഇടയിൽ കൂടാണ് അത് പ്രാക്ടീസ് ചെയ്ത് പാട്ട് പഠിച്ച് എല്ലാം. ഇപ്പോഴും ദാസേട്ടൻ എന്ന് പറഞ്ഞ നമ്മൾ ഈ പറയുന്ന മനുഷ്യൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാണ്. അതേ ഇനി എന്ത് നേടാനാണ്? എല്ലാം ആയി, എന്നിട്ടും ആ സംഗീതം വിടാതെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴും വിളിക്കുമ്പം ഏതെങ്കിലും ഒരു പുതിയ രാഗത്തിനെ പറ്റി മോനേതാ ഇതാടാ അത് എന്ന് പറഞ്ഞ് ഇപ്പോഴും പാടി കേൾപ്പിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്. അപ്പം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അന്നുള്ള ആളുകളൊക്കെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇന്നല്ല, ഇതിപ്പോൾ ഒരു പാട്ട് പാടിയാൽ ഇതാ വൈറലായെന്നൊക്കെ പറഞ്ഞ് 10 ബില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഞെട്ടിയിരിക്കുക. അന്നൊന്നും അങ്ങനെ ഇല്ല.
ഒരു പാട്ടുപാടി ഇതൊക്കെ എല്ലാവരുടെ അടുത്ത് എത്തി ആകപ്പാടെ കേൾക്കാനുള്ളത് ഒരു ആകാശവാണിയാണ്, TV പോലും ഇല്ല. അപ്പം അത്ര ആ ലെവലിൽ അങ്ങനെ പാടി വന്നിട്ടുള്ളവരാണ്. അപ്പം അതൊക്കെ മനസ്സിൽ എപ്പോഴും ഓർക്കുക. നമ്മുടെ കഠിനാധ്വാനത്തിന് എന്തൊക്കെയായാലും ഫലം കാണും ഉറപ്പായിട്ട്. പക്ഷെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാതിയെങ്കിലും ചെയ്യണം, അപ്പോഴേ ദൈവം പാതി നിൽക്കത്തുള്ളൂ. ഇപ്പം എന്തൊക്കെയായാലും യഷിന് ദൈവാധീനം പരിപൂർണമായിട്ടുണ്ട്. യശ് താങ്ക് യു. ഇപ്പം സംഗീതവും ഉണ്ട്. സംഗീതം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ദൈവാധീനമാണ്. അപ്പം എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ യശിനെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മൈ ഡാർലിംഗ് യശ്. താങ്ക് യു സർ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ചേച്ചി യഷ് മാം ഹാപ്പി അല്ലേ? സൂപ്പർ ഹാപ്പി. സൂപ്പർ ഹാപ്പി. എപ്പോഴും ഒരു മന്ദസ്മിത മുഖം, ചിരിച്ചോണ്ടെന്ന് അതിനർത്ഥം വല്ല മനസ്സിലായോ? സുസ്മേരവദനൻ. അതെ, എന്താ ചെറിയൊരു ഒരു യഷിന് മനസ്സിലായോ? മനസ്സിലായോ? ഒരു സ്മൈൽ. യു ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് എപ്പോഴും. യെസ് മാം, യെസ് മാം. അത് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഈ ഒരു വേദി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ അവസരമാണ്. ഇവിടുന്ന് ലോകമെമ്പാടുള്ള മലയാളികളെ നിങ്ങൾ അറിയാണ് അല്ലെ? എത്ര പേർക്കാണ് അറിയുക. ഇപ്പൊ യശ് എന്ന് പറയുമ്പോൾ വിനോഹം, ഇത് ഈ പാടിയ കുട്ടിയല്ലേ, അങ്ങനെ. അപ്പൊ അത് നിലനിർത്തുക. എപ്പോഴും ഒരു സ്റ്റാർഡം കിട്ടാൻ എളുപ്പമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കിട്ടിയ കഴിവിനെ ഒരിക്കലും കയ്യിൽ നിന്ന് കളയാതെ, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ. പലപ്പോഴും പലവരും പലതും പറയും. ചിലപ്പോൾ നല്ലതെന്ന് പറയും, മോശം എന്ന് പറയും. അതൊന്നും നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ജഡ്ജിനെ വെക്കണം. നമ്മൾ എങ്ങനെ പാടുന്നു, എന്താ ഏതാ എന്നുള്ളത്. അപ്പം ത്രൂ ഔട്ട് യുവർ ലൈഫ്, ഇപ്പം ഞങ്ങൾ 3 പേരും ഇപ്പം വി വോണ്ട് ബി ദെയർ ഓൾവേസ് എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. അപ്പം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും എല്ലാം ഇതുപോലെ യു ഹാവ് ടു ബി കേപ്പബിൾ ഇനഫ് ഉള്ളിൽ ടു ജഡ്ജ് യുവർ സെൽഫ്. എങ്ങനെ പാടി, എത്ര നന്നായി പാടി, ഇനി എങ്ങനെയൊക്കെ പാടാം, എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാം. So that's all I can wish you. God bless you. Thank you, ma'am. Thank you so much, ma'am. Thank you, ma'am. തുമ്പിലകൾ പെണ്ണിനി കുമ്പിളുകൾ തുന്നുമോ നാൾതോറും മാറ്റേറും ഈയോമൽ പെണ്ണിന്റെ യൗവനവും പ്രായവും പൊതിഞ്ഞൊരുങ്ങുവാൻ. ഷാനിക്ക, യശ് എന്താണ് ആ ഫീലിംഗ് ടോപ്പ് 1 എങ്ങനെ നിൽക്കുമ്പോൾ? ഇറ്റ്സ് എ റിയലി നൈസ് ഫീലിംഗ്. കുറെ നല്ല ഫീലിംഗ് ആണ് സർ. എല്ലാവർക്കും അമ്മ അച്ഛനും ഗുരുസും മഞ്ജരി മാം, ശരത് സർ, ഷാൻ സർ, നിങ്ങളെല്ലാവരുടെ വിഷസ്, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ ഗുഡ് വിഷസിന് വേണ്ടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു സർ. യശാണ് ഇവിടുത്തെ നന്മ മരം. ഇച്ചിരി എല്ലാവരും കൂടുതൽ വളർന്ന് അതെ, എല്ലാവരും ഒന്ന് നോക്കി ആ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് യശ് മാത്രമേ ഉള്ളൂ. യശ്, എനിക്ക് തോന്നുന്നു യഷിന്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു പേഴ്സണാലിറ്റി, അതൊക്കെ യഷിന്റെ സിംഗിങ്ങിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ആ ഒരു വട്ടെവർ ഇപ്പൊ ഇന്നസെൻസ് അല്ലെങ്കിൽ ആ ഒരു പ്യോറിറ്റി, ആ ഒരു സോളിന്റെ ഒരു പ്യോറിറ്റി എന്ന് പറയുന്നത് യഷിന്റെ എല്ലാ സോങ്സിലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മാർക്സ് വന്നതും യഷ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം അത് ഇൻസ്റ്റന്റ് കണക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പാട്ട് പാടിക്കഴിഞ്ഞാലും നമുക്ക് എന്തോ യഷിനോടുള്ള സ്നേഹം, യെസ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് സോങ് ആണ്. പക്ഷെ ആ സോങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഹാറ്റ്സ് ഓഫ്റ്റാ. താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പൊ അതുകൊണ്ട് യുനോ ഈ ഒരു ക്യാരക്ടറിന്റെ പ്യൂരിറ്റി പോവാതെ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോ ടോപ്പ് 5 വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഓഫ് കോഴ്സ് ഇതിങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരും. നമ്മൾ ലാസ്റ്റ് സീസണിൽ കണ്ട പോലെ. ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പം കഴിഞ്ഞ തവണ യശ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഡേഞ്ചർ സോണിൽ. എന്നിട്ട് ഇപ്പൊ യശ് എവിടെയാണ് നിൽക്കുന്നത്? അതെ, അതിനേക്കാളും വലിയ എക്സാമ്പിൾ വേറെ ഒന്നുമില്ല. നിങ്ങൾ 5 പേര് വേഗം അവിടെ ചെന്നിരുന്നു. ഓക്കെ, അങ്ങനെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ദാ വീണ്ടും ആ സീറ്റിലേക്ക് ഇരുന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ലീസ്റ്റ് 5. ഓക്കെ.
ലീസ്റ്റ് 5. ലീസ്റ്റ് 5ന് ചെറിയൊരു കുഴപ്പമുണ്ട്. ചെറിയൊരു ലീസ്റ്റ് 5ന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാം സ്ഥാനം 3 പേർക്ക് ഒരേ മാർക്കാണ്. ഓക്കെ അതായത് ഞാൻ പറയുന്നത് ഏറ്റവും താഴെയുള്ള ആൾക്കാരാ, ഓക്കെ അതിന്റെ മേലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. വൈഷ്ണവ്, അശ്വിൻ, അക്ഷയ്, ദേവസൂര്യ. അപ്പൊ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് നമ്മള് ബോട്ടം 5 നോക്കുമ്പോൾ 3 പേർക്ക് ഒരേ മാർക്ക്. ഓക്കെ അതൊന്ന് വാഹിസ്, വാഹിസ്, ഗോവിന്ദ്, രാഹുൽ, 3 പേർക്ക് ഒരേ മാർക്കാണ്. ഓക്കെ അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാം കൂടി വിളിച്ചിവിടെ നിർത്തണ്ട, ഈ 4 പേര് മതി. അത് ഫസ്റ്റ് പൊസിഷനിലും ആണ് അവര്. ഓക്കെ അതെ. അതുകൊണ്ട് അവരുടെ ആവശ്യമില്ല. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും സേഫാണ്. ചെറിയ മാർക്കിന്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ നിങ്ങൾ തങ്ങളിൽ. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുക. മനസ്സിൽ വെക്കുക, എല്ലാം ഡെസിമൽസിന്റെ വ്യത്യാസമാണ്. ഈവൻ ടോപ്പ് 5 പോലും ഡെസിമലിന്റെ വ്യത്യാസമാണ്. പോയിന്റ് ഈ വ്യത്യാസത്തിലാണ് അവിടെ നിൽക്കണം. അതുകൊണ്ട് കാരണം നമ്മൾ 3 പേരും ഈവൻ മാർക്സ് ഇടുന്നത് പോലും ഡെസിമൽസിലാണല്ലോ. അപ്പം അതെല്ലാവരും മനസ്സിൽ വെക്കുക. കോമ്പറ്റീഷൻ ഇനിയാണ് ടൈറ്റ് ആവാൻ പോകുന്നത്. എല്ലാവരും മനസ്സിൽ വെക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് വളരെ സീരിയസ് ആയിട്ടായിരിക്കും. കാര്യം എലിമിനേഷൻ എല്ലാ ഷെഡ്യൂളിലും ഉണ്ടാവും. എല്ലാവർക്കും ആക്ച്വലി ചെറിയ ചെറിയ മാർക്കിന്റെ വ്യത്യാസങ്ങളാണെന്നാ പറഞ്ഞേ. ഭയങ്കര ഒരു സേഫ് സോൺ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഒരു ഡേഞ്ചറസ് സോണിന്റെ അടുത്ത് വരെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ ഇനി നല്ല ഹാർഡ് വർക്ക് വേണം. മാർക്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവും നിങ്ങൾക്ക് എത്രയൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഓക്കെ, എല്ലാവരും പോയിരിക്കാം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇവര് 4 പേരാണ് ഫസ്റ്റ് എലിമിനേഷനിലെ ഡേഞ്ചറസ് സോണിൽ വന്നിട്ടുള്ളത്. ഓക്കെ, വൈഷ്ണവ്. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു വേദിയിൽ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഗ്രഹമായിരുന്നു, അതായത് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം, അത് ആസ്വദിക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അത് നടന്നതിൽ ഒരുപാട് സന്തോഷം. ഗുരുക്കന്മാരെയും അച്ഛനെയും അമ്മേനെയും എല്ലാവരോടും നന്ദി. എന്താണ് വൈഷ്ണവിന് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കാണല്ലോ, അതും ലീസ്റ്റ് മാർക്കാണ്, ഏറ്റവും ലീസ്റ്റ് മാർക്കാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് നീ അനലൈസ് ചെയ്ത നിന്റെ പ്രശ്നങ്ങൾ? എനിക്ക് മനസ്സിലായി, ഇനിയും പഠിക്കാനുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഒന്നാമത്. പിന്നെ ഈ പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോഴാണ് ശരിക്കും അത് പരിശോധിക്കാനും കുറേ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റണത്. ഇതിന് മുന്നേ അങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, കുറേ പോരായ്മകളുണ്ട് നല്ലോണം. അപ്പോൾ അതിലേക്ക് എത്തും. ഇതങ്ങനെ വിടാനൊന്നും പോകണമെന്നില്ല. എന്നാലും മ്യൂസിക് എന്ന് പറയുന്ന ഒരു വലിയ തുറന്നു കിടക്കേണ്ട ഒരു സംഭവമല്ലേ. അപ്പോൾ ഇനിയും റിസർച്ച് ചെയ്ത് ഓരോരോ സ്ഥലത്ത് എത്താൻ ശ്രമിക്കല്ല, ശ്രമം വിജയിക്കട്ടെ. എത്തും ഡെഫിനറ്റായിട്ട് എത്തും. അല്ല, ബിക്കോസ് നീ ഭയങ്കര ടാലന്റഡ് ആണ്. നീ ഓൾറെഡി സ്റ്റേജ് പെർഫോമർ ആണ്. നിനക്ക് ഇവിടെ വരുമ്പോ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. ഒരു പാട്ട് കമ്പോസ് ചെയ്തു. അതെ, യെസ്, ഇവനൊരു പാട്ട് കമ്പോസ് ചെയ്തു. നമ്മള് ഒരു എപ്പിസോഡിനുള്ളിൽ അവൻ കമ്പോസ് ചെയ്തു, അതിവിടെ പ്രസന്റ് ചെയ്തു മഞ്ജരി ചേച്ചിക്ക് വേണ്ടിയിട്ട്. അതൊന്നും ഒരിക്കലും നമ്മളത് മറക്കൂല. മറക്കൂല. അതൊക്കെയാണ്
എന്താ പറയുക, ലൈഫിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ചില ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ അതും പെടും. നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളൊരു സംഭവം ചെയ്യാൻ പറ്റിയല്ലോ. നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞു. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴിനോ. വൈഷ്ണവ് ഇപ്പോൾ അവസാനം പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തരുന്ന സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ്. അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പം പല പാട്ടുകളും, ഇപ്പോൾ പഴയ പാട്ടുകളൊന്നും ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ ഈ റൗണ്ടുകൾ വരുമ്പോൾ നമ്മളത് വൈഷ്ണവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യും, നമ്മളത് കേൾക്കും. ഓ, ഈ പാട്ടിന് ഇങ്ങനത്തെ ന്യൂവാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളും പഠിക്കും. ഇത് നമ്മളെ അൾട്ടിമേറ്റ്ലി നമ്മുടെ സെൽഫ് ഗ്രോത്തിൻ്റെ ഭാഗമാവും. ഈ പറയുന്ന റിസർച്ച് ആണെങ്കിലും പഠനമാണെങ്കിലും whatever it is. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഒരു പാട്ട് പഠിക്കാൻ ഒരു 3-4 ദിവസമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പൊ ഒരു ദിവസം പാട്ട് ഒരു 30 പ്രാവശ്യം 40 പ്രാവശ്യം കേട്ടാൽ തന്നെ അങ്ങനെ ഒരു മാറ്റം വരുത്തി. അത് ഞാൻ അറിയാണ്ട് തന്നെ മാറിക്കഴിഞ്ഞു. അതായത് ഒരു 2.5 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും അതിന്റെ ഫുൾ സ്ട്രക്ചർ എന്തായാലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതൊരു നല്ലൊരു മാറ്റമായിട്ട് അത് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ കമ്പോസേഴ്സിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം വൈഷ്ണവ് കമ്പോസറാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു പാട്ട് ഇഷ്ടമായില്ല, നമുക്കൊരു ഓപ്ഷൻ വേണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ തകർന്ന് വീണിട്ട് യാതൊരു കാര്യമില്ല. ക്രൈസിസ് മാനേജ്മെന്റ്. ഓക്കെ, അടുത്തത് എന്താണ്? സക്സസും ഫെയിലിയറും അല്ല, അല്ലെങ്കിൽ വിന്നിങ് ഓർ ലൂസിങ് അല്ല, വിന്നിങ് ഓർ ലേണിംഗ് ആണ്. ഇതിനങ്ങനെ കാണുക. ഒന്നുകിൽ ജയിച്ചു അല്ലെങ്കിൽ പഠിച്ചു, അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അശ്വിൻ പറയേ. ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ വേദിയിൽ നിൽക്കാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ആരാധിക്കുന്ന 3 പേരാണ്. മഞ്ജരി മാമായാലും ശരത് സാറാണെങ്കിലും ഷൻ സാറാണെങ്കിലും അവരൊക്കെ മുന്നിൽ പാടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പാടണമെന്നുള്ളത്. അത് സാധിച്ചു. വളരെയധികം സന്തോഷം. കുറേ മൊമെന്റ്സ് കിട്ടി എല്ലാവരുടെയും കൂടെ ഉള്ള. ഒരുപാട് സന്തോഷം. അശ്വിൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി, കുറേ ആക്റ്റീവായി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം വന്നപ്പോൾ ഉള്ളതും ഇപ്പം തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടെ ആക്റ്റീവായി. തീരെ സംസാരിക്കുന്ന ഒരു ആളല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ സംസാരം കൂടി, പെർഫോമൻസ് ആണെങ്കിലും അതൊക്കെ. പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സ്, ഇത്രയും ഫ്രണ്ട്സിന് ഭയങ്കര ഭാഗ്യം. ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ടോ? എന്തായാലും നിന്റെ പട്ടാഭിഷേകം ഞങ്ങൾ മറക്കില്ല. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമാരപ്പൊന്നും പൊരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂരാപ്പും. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു വേദിയിൽ കുറച്ച് പാട്ടുകൾ ഇവിടെ പാടാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആദ്യം എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. ആദ്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നന്ദി പറയുന്നു ഞാൻ. കാരണം അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവന് ഒരു സ്റ്റേജിലെത്തണം, എന്തെങ്കിലും പാടണം എന്നൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് ഇപ്പോൾ പാടാനുള്ളൊരു കാരണം. പിന്നെ എൻ്റെ ഗുരുക്കന്മാർ, അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റിയത്. പിന്നെ ഇവിടെ വന്ന് എനിക്ക് 2 ഗുരുക്കന്മാരെയും കൂടി കിട്ടി. രൂപേഷ് സാർ, രജി മിസ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വോക്കലിന് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് വന്ന മാതിരി എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് ഷാനിക്കയുടെയും ശരത് സാറിൻ്റെയും മഞ്ജരി മാമിൻ്റെ ഒക്കെ മുമ്പിൽ പാട്ടുകൾ പാടാൻ പറ്റി എന്നുള്ളതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നു സാർ. ഒരുപാട് സന്തോഷം സാർ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പാൽ. എന്തോ സർ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ സെലക്ഷൻ കിട്ടി. ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് ഒത്തിരി മാറ്റം സംഭവിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ നേരെ നിന്ന് പാടുന്ന ഒരു രീതിയായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് കുറേ ആണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ 3 പേരുടെ മുമ്പിൽ പാടാൻ പറ്റി. ശരത് സാറിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഗ്രൂമിങ് കിട്ടി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. എഴുതിരി വിളക്കിന്റെ മുന്നിൽ
ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് കനകമഞ്ചാടി പോലെ. സർ, ഇതിൽ എത്ര പേരാണ് ഇന്നാവുന്നേ, അല്ലെങ്കിൽ എത്ര പേരാണ് ഇന്ന് നമ്മളെ വിട്ട് പോകുന്നത്? നമ്മൾ ഒരാളെ ഇപ്പൊ സേഫ് ആക്കുന്നു, ഒരാളെ. മാർക്കിന്റെ ബേസിൽ നമ്മളിപ്പോ ഒരാളെ സേഫ് ആക്കുന്നു. അതെ, സേഫ് ആകുന്ന ആ കണ്ടസ്റ്റന്റ് അശ്വിനാണ്. സേഫ് ആയിരിക്കാണ്. അതെ, ഇനി വളരെ ഇനി പറ. വളരെ സന്തോഷം. ഞാൻ ടെൻഷൻ അടിച്ച് ഒരു പരുവ ഇപ്പൊ വീഴുന്നുള്ള അവസ്ഥ നിൽക്കുവായിരുന്നു. അവൻ ഇവിടുന്ന് എലിമിനേറ്റ് ആയി വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ ചെന്നു. പറ, ഇനി എന്തൊക്കെ ചെയ്യും? ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യും? ഇനിയും ഇമ്പ്രൂവ് കുറേ കാര്യങ്ങളുണ്ട്. മ്യൂസിക് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം ആഗ്രഹമുണ്ട്. ഇനി ഡേഞ്ചർ സോണിൽ വരരുത്. ഇല്ല, പ്രോമിസ്? പ്രോമിസ്, തീർച്ചയായിട്ടും ഇനി വരില്ല. അശ്വിൻ സന്തോഷത്തോടെ അവരുടെ കൂടെ ചെന്നിരുന്നു. പോയിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മുടെ കൂടെ കാണത്തില്ലല്ലോ. നമ്മുടെ യാത്രയിൽ അവരൊക്കെ പോവും. അതുപോലെ ഉള്ളൂ. ഇതിപ്പം ഒരു റിയാലിറ്റി ഷോ ആണ്, ഒരു സൂപ്പർ സ്റ്റാറിനെ തേടിയുള്ള യാത്രയാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരെ നമ്മൾ ആ ഒരു എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇത്രയും പേരെ കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നാലും അവസാനം അത് ഒരു നടക്കാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തീർന്നോന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പം അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, റിയാലിറ്റി ഷോ എത്രയോ കണ്ട് വളർന്ന പിള്ളേരല്ലേ. അപ്പം ഇതാണ്, ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആരും മോശം ഒരിക്കലുമല്ല. നിങ്ങൾ മോശം പാട്ടുകാർ നിങ്ങളെ സെലക്ട് ചെയ്യാൻ അങ്ങനല്ലല്ലോ. നിങ്ങളെല്ലാം ഈക്വലി ടാലന്റഡ് ആണ്. പിന്നെ നമ്മുടെ ചില സമയദോഷവും പിന്നെ നമ്മൾ ചെറുതായിട്ട് ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും ഇവിടെ കാണും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുള്ളത് ഒരു ഇതായിട്ട് എടുക്കണം, നെഞ്ചത്തേക്ക് എടുക്കണ്ട ഇതൊന്നും. അത് മുമ്പ് എന്തൊക്കെയാലും സംഗീതം കൊണ്ട് മുമ്പോട്ട് പോവുക. അത് എന്ത് സംഭവിച്ചാലും അത് വിട്ടുകളയരുത്. ഞാൻ അതേ പറയത്തുള്ളൂ. കാര്യം നിങ്ങളിൽ സംഗീതമുണ്ട്, അതുകൊണ്ടാണ്. ഉഴപ്പാതെ നമ്മളെല്ലാം ഒരു വളരെ കൃത്യതയോടെ മുമ്പോട്ട് പോവുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിക്ക് നന്മയുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സംഗീതത്തിലൂടെ ആ നന്മ എല്ലാവരിലും എത്തിക്കുക. അതേ ഉള്ളൂ, ഞാനതേ പറയത്തുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാം നന്മയും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി. വൈഷ്ണവ്, അക്ഷയ്, ദേവ, 3 പേരുടെയും ശരിക്ക് ഒരു ഇംപ്രൂവ്മെന്റ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? നമ്മൾ ഒരു യാത്ര കിക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത്രയും പെട്ടെന്നൊരു ഈ യാത്രയുടെ ഇടയിൽ ഒരാളോ 2 പേരോ 3 പേരോ ഈ ഫാമിലി വിട്ടു പോവാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഇവിടെ ചെന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സേഫായിട്ട്. ഇനിയും ഒരുപാട് ഇമ്പ്രൂവായി, ഇനിയും നന്നായി പാടാനും അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വൈഷ്ണവിന് തന്നെ അറിയാം, വൈഷ്ണവിന് വന്ന ഇമ്പ്രൂവ്മെന്റ്. വൈഷ്ണവ് ഓൾറെഡി ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്ന ആളുകൂടിയാണ്. അപ്പോൾ ഓഡിയൻസിനെ ഫേസ് ചെയ്യാനൊക്കെ അറിയാം. അതേപോലെ അക്ഷയ്, നിങ്ങൾ രണ്ടും ഒരു ബാൻഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നേട്ടമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാൻഡ് ഉണ്ട്. ദേവ ഇപ്പത്തെ 12ാം ക്ലാസ്സിലല്ലേ? പഠിക്കാൻ ഒരുപാടുണ്ടല്ലേ. അതിന്റെ ഇടയിലാണ്. പക്ഷെ ദേവയ്ക്ക് ഒരുപാട് മാറ്റം വന്നു. ഞാനും അത്
ഞാനും അത് വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. താങ്ക് യു മാം. അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ ഇതാ ഇനി ഒരു വലിയൊരു കടമ്പയുണ്ട്, വിബ്രാറ്റോ അല്ലേ? ഉണ്ട്. അതാണ് ഇനി പഠിക്കാനുള്ളത് നമുക്ക്. ഇതുപോലെ കുറെ ഇതിപ്പം മോന്റെ ഈ ഒരു പ്രായത്തില് എത്രയോ പേർക്ക് കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യു ആർ വെരി ലക്കി മാത്രമല്ല, ദൈവത്തിന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ ഇത് ഇത്രയും ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നത്. ഇനിയും ഒരുപാട് പാട്ട് പഠിക്കാനുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ദൈവം വഴികൾ ഒരുക്കി തരട്ടെ. പ്രാക്ടീസ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ദൈവമായിട്ട് തോന്നിപ്പിക്കട്ടെ. മാതാപിതാ ഗുരു ദൈവം, ഇതെപ്പോഴും ഓർക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഹായ് ഗൈസ്. കേൾക്കാം. ലൈഫിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം എനിക്കൊന്ന് കഴിഞ്ഞ സീസണിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, പ്രത്യക്ഷത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമ പട്ടണത്തിൽ ഭൂതം, അത് കഴിഞ്ഞിട്ട് മലർവാടി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും പട്ടണത്തിൽ ഭൂതം എൻ്റെ 4ാമത്തെ സിനിമയാണ്. അതിന് മുന്നേ 3 സിനിമകൾക്ക് ഞാൻ പാട്ട് ചെയ്തിട്ട് എനിക്ക് പൈസയും തരാതെ എൻ്റെ പ്രൊഡ്യൂസർ മുങ്ങിയിട്ടുണ്ട്, എൻ്റെ ഡയറക്ടർ മുങ്ങിയിട്ടുണ്ട്, പടം നടക്കാതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല ചാലഞ്ചസും ആ ഒരു പ്രായത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയും ഗിവ് അപ്പ് ചെയ്യരുത്. ഞാൻ ആ സമയത്ത് ഇപ്പോൾ ആദ്യത്തെ ഒരു പടം നമ്മൾ ഇത്രയും എല്ലാം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് ഓക്കെ അത് നടന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പട്ടണത്തിൽ ഭൂതത്തിലേക്ക് ഞാൻ എത്തില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മലർവാടിയോ തട്ടോ ജേക്കബിൻ്റെ സ്വർഗരാജയോ എന്തിലേക്കാണെങ്കിലും ഞാൻ എത്തില്ല. ഓം ശാന്തി ഓശാൻ എവിടേക്കും എത്തില്ല. നമ്മൾ വർക്ക് ചെയ്യുക, അതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ ഫോക്കസ് ഒരിക്കലും നഷ്ടപ്പെടാതെ കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ദൈവം അത് കണ്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കും. ഓക്കെ, ഹീസ് വർക്കിംഗ് ഹാർഡ് എന്നും പറഞ്ഞിട്ട് നമ്മളെടുത്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യും. അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മൾ 3 പേരുടെയും ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ സ്റ്റേജിൽ എത്താൻ പറ്റിയത്. ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്, പെർസെവറൻസ്, പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇതൊന്നും വിടാതെ പിന്തുടരുക, അത്ര പറയുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഈ കൂട്ടത്തിൽ ഒരാൾ കൂടെ സേഫാണ്. ഈ കൂട്ടത്തിൽ അക്ഷയ് സേഫാണ്. ലോട്ടറി അടിച്ചു, കിളി പോയിരിക്കുക. അക്ഷയ് യുവർ ഇൻ. ഓക്കെ. അപ്പോൾ ഇന്ന് ഈ ജേർണിയിൽ നിന്ന് നമ്മളെ വിട്ടു പോകുന്നത് വൈഷ്ണവ് ആൻഡ് ദേവൻ. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഒരു ജേർണിയിൽ നിന്ന് മാത്രമാണ്. അതെ, ഈ ഒരു ജേർണിയിൽ നിന്ന് മാത്രം. എപ്പോ വേണമെങ്കിലും നമ്മളെ ആക്സസ് ചെയ്യാം, നമ്മളോട് സംസാരിക്കാം. ഉറപ്പായിട്ടും നമ്മളൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എന്ത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാം. അതെ, പ്രധാനമായിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ജഡ്ജസ് പറഞ്ഞതൊക്കെ മൈൻഡിൽ വെക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെന്റോ നമുക്ക് കൊടുക്കണം. സോ ജഡ്ജസ് ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ജഡ്ജസ് ഇപ്പം മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് അവരുടെ മാർക്സ് ഒന്ന് കാണാം, എല്ലാവരുടെയും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വൈഷ്ണവിന് കൊടുക്കാം. ഷാനിക്ക, സർട്ടിഫിക്കറ്റ്. ചേച്ചി മൊമെന്റോ.
ശരത് സർ, ദേവന് മൊമെന്റോ. ഓക്കെ, അപ്പോ ഇനി ടോപ്പ് 1, 2 and 3 നമുക്കൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും. അപ്പോ യശ്, അർച്ചന, യെസ്, ഓക്കെ. അപ്പോ ഫസ്റ്റ് എലിമിനേഷൻ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ റൗണ്ട്സും പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് നൈറ്റ്.